രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 109ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണി അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം കടക്കുകയാണ്. അപ്പോൾ ഗോലോക വർണ്ണന തുടരുകയാണ്. രാധാഭക്തരെ, നിങ്ങൾ പോകേണ്ട സ്ഥലമാണത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഈ രാധാഭക്തി ഉറച്ച് ഈ വീഡിയോ മൊത്തം കേട്ട് രാധാഭക്തി ഉറയ്ക്കുകയും അഷ്ടപതി കാണുകയും അതനുസരിച്ച് അഷ്ടപതി പാടുകയും ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് ഗോലോക പ്രാപ്തി വരും. അപ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളണം അതിൻ്റെ വർണ്ണന. ഇതിന് മുമ്പുള്ള ഭാഗം കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. ചൊവ്വാഴ്ച 12 മണിക്കാണ് രാധാറാണിയുടെ കഥ, ജനനം മുതൽ മരണം വരെ ഉള്ളത്. പിന്നെ വളരെ റിസർച്ച് നടത്തിയാണ് ഇടുന്നത്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് നിശ്ചയമായും കേൾക്കണം. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ധർമ്മപദം. അതേ കണക്ക് തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് വീഡിയോ. ഞാൻ കൊല്ലത്തുള്ളതാണ്. വേണമെന്നുള്ളവർക്ക് കൊല്ലത്ത് വന്ന് ചേർന്ന് പഠിക്കാവുന്നതാണ്. ദൂരെ ഉള്ളവർക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളത് അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ വർഷത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു കേൾക്കണം. ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോ നിങ്ങൾ രണ്ടും നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഞാൻ പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കേൾക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് എൻ്റെ കൂടെ വിളിച്ചോളൂ. ജയ് എൻ്റെ മാതാവ്. ഇപ്പം ഞാൻ എൻ്റെ മാതാവെന്ന് പറയുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പറയണം. അപ്പം നിങ്ങളുടെ മാതാവായി മാറും.
മനസ്സിലായോ? എൻ്റെ മാതാവ് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രാധയുടെ പ്രണയം 109 എപ്പിസോഡ് പൂർത്തിയാക്കാൻ ആരോഗ്യ സൗഖ്യം തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയണം, രാധയുടെ പ്രണയം 109 എപ്പിസോഡ് കാണാൻ ഭാഗ്യം തന്ന രാധാറാണി അമ്മക്ക് ജയ്. നോക്കൂ, ഞാൻ എങ്ങനെ കൃഷ്ണഭക്തനായി എന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ കാണണം. കാരണം ഡോക്ടർമാർ നിസ്സഹായരായി നിൽക്കുന്നിടത്ത് അതാ വരും ഏറ്റവും ദ സുപ്രീം ഡോക്ടർ രാധാറാണി. അങ്ങനെ രാധാറാണി വന്ന അനുഭവം നമുക്ക് അഷ്ടപതി പാടിത്തരാറുള്ള, നമുക്ക് നാരായണീയം പാടിത്തരാറുള്ള കൃഷ്ണപ്രിയയുടെ സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവം എനിക്ക് അയച്ചു തന്നു. അത് ഒരുപാടുണ്ട് കേൾക്കാൻ, എങ്കിലും ഞാൻ കൃഷ്ണപ്രിയയോട് അല്പം ചുരുക്കി എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ആ അനുഭവം കൃഷ്ണപ്രിയ എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. രാധാറാണി അമ്മയെന്ന് പറഞ്ഞാൽ ആരാണ്? പക്ഷെ മുറുകെ പിടിക്കണം. കൃഷ്ണപ്രിയയൊക്കെ മുറുകെ പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന കഥയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അഷ്ടപതിയും നാരായണീയവും ഒക്കെ പാടിത്തന്ന് രാധാറാണി അമ്മയ്ക്ക് പ്രിയങ്കരിയായി മാറിയ കൃഷ്ണപ്രിയ, കൃഷ്ണശ്രീയല്ല കൃഷ്ണപ്രിയ, ആ കൃഷ്ണപ്രിയയ്ക്ക് രാധാറാണി അമ്മ കൊടുത്ത സൗഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും. നിങ്ങൾ രാധയുടെ പ്രണയവും കാണണം, അഷ്ടപതിയും കേൾക്കണം. നിങ്ങൾ ആ അഷ്ടപതി സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. കൃഷ്ണപ്രിയ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണപ്രിയയുടെ അനുഭവം കേൾക്കൂ. അതിനുശേഷം നമുക്ക് തുടരാം. ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് സാറ് നമുക്ക് രാധാറാണിയെ കുറിച്ചിട്ടും ഭഗവാനെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ രാധേ രാധേ എന്ന യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ക്ലാസ് നമുക്ക് അന്ന് തന്നെ കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും സമയമെടുത്തിട്ട് നമുക്കനുസരിച്ച് നമ്മുടെ സമയം അനുസരിച്ചിട്ട് ഓരോന്നും ശ്രദ്ധിച്ച് ഓരോ ക്ലാസ്സും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ സാറ് ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ഒരുപാട് രാധാറാണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മന്ത്രങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് അത് എൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങളും അത്ഭുതങ്ങളും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും തന്നെ ആ മന്ത്രങ്ങളെല്ലാം എഴുതിയെടുത്തിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് ആധ്യാത്മികമായിട്ടായാലും സാറ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്താ പറയുക, മൂത്ര സംബന്ധമായിട്ടുള്ള യൂറിനറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ അവരൊക്കെ ഓരോ ടെസ്റ്റുകൾ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റുകളൊക്കെ ഓക്കെയാണ്, എന്താ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഹസ്ബൻഡിനാണെങ്കിൽ ചെറുതായിട്ട് ഒരു കുറച്ച് അസ്വസ്ഥതകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സമയത്താണ് സാറിൻ്റെ എങ്ങനെ സാറ് രാധാഭക്തനായി എന്ന് പറയുന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഞാനത് കണ്ടു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സാറിന് ഇതുപോലെ
യൂറിനറി ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു സാറിൻ്റെ ഓരോരോ ചാനലിലെ ഓരോ കാര്യം സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാത്രമല്ല ഈ മന്ത്രവും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കണ്ണിന് ഓരോ യൂറിനറി പ്രോബ്ലംസ്, പിന്നെ കാലുവേദന, വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ മന്ത്രങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന് പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിന് ഈ ഒരു മന്ത്രം ഒന്ന് ഭഗവാനെ രാധാറാണിയും മനസ്സിൽ വിചാരിച്ച് ഒന്ന് ചൊല്ലി നോക്കിയോളൂ അങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അതുപോലെ ചെയ്തു. കുറേ എന്താ പറയുക, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഇവിടെ ഉള്ള ആളല്ല, അപ്പോൾ എന്നോട് പറഞ്ഞു ഒരുപാട് മാറ്റമുണ്ട്, ഇപ്പം എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല, എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്, ഞാൻ എന്നും ആ മന്ത്രം ചൊല്ലുന്നുണ്ട്, എനിക്ക് വളരെയധികം എൻ്റെ അത് എന്താ പറയുക തീരെ ഇല്ലയെന്ന് തന്നെയായിട്ട് പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ കുട്ടികൾക്കായാലും ഞാൻ എൻ്റെ കൃഷ്ണപ്രിയായ നമഃ എന്നാണ് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയും പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ, അമ്മയുടെ പേരല്ലേ, അതുപോലെ തന്നെയല്ലേ ചൊല്ലാൻ പറയാറുണ്ട്, അവർ ചൊല്ലുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് കരയുമ്പോഴും അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഓരോ മന്ത്രം അതിനനുസരിച്ചുള്ളത് ഞാൻ മനസ്സിൽ നന്നായി ഭഗവാനെയും രാധാറാണി അമ്മയും മനസ്സിൽ വിചാരിച്ചിട്ട് ചൊല്ലും. അതെന്തോ അത്ഭുതം പോലെ തന്നെയാണ്, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ അസ്വസ്ഥതകളൊക്കെ മാറുന്നതായിട്ട് ഞാൻ കണ്ട എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിലുണ്ടായിരുന്നു ഒരു മന്ത്രം ചൊല്ലി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിനും പറഞ്ഞു കൊടുത്തു. നമുക്ക് എന്താണ് രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെയും ചൊല്ലാൻ പറഞ്ഞു, ഞാനും ചൊല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ രാവിലെയും വൈകുന്നേരം ഞാനും ചൊല്ലുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡും ചൊല്ലുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇപ്പം നിൽക്കും, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് നിൽക്കണ ഒരവസ്ഥയിൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വഴി തെളിഞ്ഞു വന്ന് അത് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വയ്ക്കുക, പക്ഷെ എന്നാലും കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, എന്താ കാരണം നമുക്കറിയില്ല, ഉണ്ടാവില്ല. നേരെ തിരിച്ചുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഇതാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട്, ഇതെങ്ങനെയാണ് എനിക്ക് അറിയില്ല. ചില സമയത്ത് എന്താ ചെയ്യുക, ഇനിയിപ്പോൾ നിർത്തേണ്ടി വരുമോ, എങ്ങനെ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ ഒരു തടസ്സം മാറിപ്പോകുന്നതായിട്ട് കണ്ടു. ഇത്രയും ഇന്നിപ്പോൾ ഈ നിമിഷം വരെ അതിങ്ങനെ തുടർച്ചയായിട്ട് നിർത്തേണ്ടി വന്നിട്ടില്ല, ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇതൊരു അത്ഭുതം അല്ലെങ്കിൽ വിശ്വാസം, അതാണ് മനസ്സിലുറച്ച വിശ്വാസം. അല്ലെങ്കിൽ സാറ് പറയുന്ന പോലെ ഈ മന്ത്രം മാത്രം ചൊല്ലി എന്ന് പറഞ്ഞതിട്ട് എൻ്റെ അസുഖം മാറിയില്ല അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഹോസ്പിറ്റലിലും പോകണം, അതേസമയം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണം, മെഡിസിനും കഴിക്കണം, അതേസമയം അതോടൊപ്പം തന്നെ ഈ മന്ത്രങ്ങളും വിശ്വാസത്തോടുകൂടി അതിനോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ ഫലം 100% ഉറപ്പാണെന്നുള്ളത് കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്ന കാര്യം എന്നല്ല, ഒരുപാട് കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു ഭഗവാന്റെ സാറിൻ്റെ ക്ലാസ് എല്ലാം തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ആധ്യാത്മികമായിട്ട് നമ്മുടെ മുന്നേറ്റത്തിനും നമ്മുടെ ഭൗതികമായ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന സാറിൻ്റെ ക്ലാസ് രാധാറാണി അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും അമ്മയും ഭഗവാനെയും ജീവിതത്തിൽ കൂട്ടായിട്ട് കിട്ടി ജീവിതം കൊണ്ടുപോകാനായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ ഭഗവാന്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, രാധേ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ എൻ്റെ രാധാറാണി അമ്മയെ പിടിച്ചാൽ എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. രാധയുടെ പ്രണയം 109ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. സ്വാഗതം രാധാഭക്തരെ, സ്വാഗതം. അതേ, ദേവന്മാർ ഈ നികുഞ്ചങ്ങളെ മുഴുവൻ വണങ്ങി
ആ സമയം അവരുടെ മുന്നിൽ നിൽക്കുന്ന ശതചന്ദ്രാനന എന്ന സുന്ദരി ചൂരൽ വടിയൊന്ന് കറക്കി ഉള്ളിലേക്ക് കയറി. ആ ശതചന്ദ്രാനനയുടെ പിന്നിൽ ദേവന്മാര് കയറി. ഒരു നിമിഷം ദേവന്മാർ സ്തംഭിച്ചു നിന്നുപോയി, അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. അവർക്ക് എന്ത് പറയണമെന്നറിയാൻ പാടില്ല. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന വിശാഖ എന്ന് 3 തവണ അത്ഭുതം കൊണ്ട് വിളിച്ചുപോയി. അപ്പോൾ കൂടെ നിന്ന യുവതി വിശാഖയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, കണ്ടുകൊള്ളൂ. അപ്പോൾ അവിടെ എന്താണ് കണ്ടത്? ദേവന്മാർ കാണുകയാണ് 1000 ഇതളുകളുള്ള ഒരു താമര, 1000 ഇതളുകളുള്ള ഒരു വലിയ താമര. നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ പറ്റുന്നതിനും അപ്പുറം ഭയങ്കരമായ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയും ഒരു 10-12 ബ്രഹ്മാണ്ടങ്ങൾ ചേർത്ത് വെച്ചാലുള്ള വലിപ്പത്തിലുള്ള ഒരു താമര, 1000 ഇതളുകൾ. തീർന്നില്ല. ആ താമരയുടെ മുകളിൽ 16 ഇതളുകളുള്ള ഒരു താമര. ആലോചിച്ചു നോക്കെ, ഭൂമിയേക്കാൾ വലിപ്പമുള്ള 10-12 ബ്രഹ്മാണ്ടങ്ങൾ ഒന്നിച്ചു ചേർന്ന വലിപ്പമുള്ള ഒരു വലിയ താമര. അതിൻ്റെ മുകളിൽ അത് 1000 ഇതള്, അതിൻ്റെ മുകളിൽ 16 തലങ്ങളുള്ള താമര, അതിൻ്റെ മുകളിൽ 8 തലങ്ങളുള്ള ഒരു താമര. ഒന്ന് ഭാവനയിൽ കാണും നിങ്ങള്, 1000 ഇതളുള്ള താമര. താമര എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ പൂവാണ്. ഇപ്പോൾ 1000 ഇതളുള്ള താമര, അതിൻ്റെ മേളിൽ 16 ഇതളുകൾ വിടർന്നു നിൽക്കുന്ന താമര, അതിൻ്റെ മുകളിൽ 8 ഇതളുകൾ വിടർന്നു നിൽക്കുന്ന താമര, അതിൻ്റെ മുകളിൽ ഒരു സിംഹാസനം. ആ സിംഹാസനത്തിലേക്ക് 3 ചവിട്ടുപടികൾ. ആ സിംഹാസനം മുഴുവൻ കൗസ്തുഭരത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കെ, നമ്മളെയൊക്കെ വീട്ടിലെ സ്റ്റെപ്പ് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നെന്ന് പറയത്തില്ലേ, അതുപോലെ ഈ സിംഹാസനത്തിൽ കയറാനുള്ള ചവിട്ടുപടികള് സാധാരണ രത്നം കൊണ്ടല്ല, കൗസ്തുഭരത്നം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിന് ചുറ്റും മോഹിനി തുടങ്ങി 8 സഖിമാര് നിൽക്കുന്നു. ആ 8 സഖിമാരെ കണ്ട വിശാഖ അമ്പരന്നു. അത് ഞാനല്ലേ, അത് ഞാൻ തന്നെയല്ലേ ഒരെണ്ണം. അപ്പോൾ പറഞ്ഞു, അതെ. അപ്പോൾ ഈ ഞാൻ. അപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞു, നീ പരിഭ്രാന്തയാകാതിരിക്കൂ, നീ സസൂക്ഷ്മം ഇത് നോക്കുക. നീ എന്തും മാത്രം കൃഷ്ണനും രാധയ്ക്കും പ്രിയപ്പെട്ടതാണ് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരികയാണ്. അതേ, രാധാറാണിയോട് ചേർന്ന് വിശാഖ നിൽക്കുന്നു. അപ്പൊ വിശാഖ പറഞ്ഞു, അത് ലളിത സഖിയല്ലേ. അപ്പോൾ ഈ വന്ന ആ മാലാഖയെ പോലെ തോന്നിക്കുന്നവർ പറഞ്ഞു, അതെ, അത് ലളിത സഖി തന്നെയാണ്. ലളിതയും വിശാഖയും രാധാറാണിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് സത്യം നീ അറിയുക. അപ്പോൾ അവിടെ കണ്ട കാഴ്ച, മോഹിനി തുടങ്ങിയ 8 സഖിമാര്, ശ്രീദാമ തുടങ്ങിയ 8 ഗോപന്മാര്, പിന്നെ അവിടെ ഇരിക്കുന്ന സിംഹാസനമുണ്ടല്ലോ, ആ സിംഹാസനത്തിന്റെ മുകളില് അരയന്നം പോലെ വെളുത്ത ഒരു പങ്ക, നമ്മുടെ ഫാൻ എന്ന് പറയുന്നത് പോലെ അരയന്നം പോലെ. അപ്പൊ ആലോചിച്ച് നോക്കെ, 1000 ഇതളുള്ള താമര, അതിന്റെ മുകളിൽ 8 ഇതളുള്ള താമര, അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ 16 ഇതളുള്ള താമര, അതിന്റെ മുകളിൽ 8 ഇതളുള്ള താമര, അതിന്റെ മുകളിൽ സിംഹാസനം, ആ സിംഹാസനത്തിന്റെ മുകളിൽ അരയന്നം പോലെ വെളുത്ത പങ്ക, അല്ലേ? ആ സിംഹാസനത്തിലെ ചവിട്ടുപടികള് കൗസ്തുഭ രത്നം കൊണ്ടങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് മാത്രവുമാണോ, അവിടെ മുഴുവനും, അതായത് ആ വെളുത്ത പങ്ക മുഴുവനും മുത്തു പതിച്ചതാണ്. അവിടെ മുഴുവനും മുത്തു പതിച്ച യവനികയുണ്ട്, കർട്ടൻ പോലെ, അത് മുഴുവനും മുത്തു പതിച്ചതാണ്.
ആ വെഞ്ചാമരമാകട്ടെ വെളുത്ത ചന്ദ്രന്മാരെ പോലെ ഇങ്ങനെ ശോഭിക്കുകയാണ്. അവിടെ അവിടെ ആ സിംഹാസനത്തിൽ അതെ ആ സിംഹാസനത്തിൽ പ്രണയത്തിന്റെ രാജകുമാരിയുടെ തോളിൽ കൈയിട്ട് കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് പ്രണയത്തിന്റെ രാജകുമാരന്റെ ഇടതുവശത്ത് പ്രണയത്തിന്റെ രാജകുമാരിയുടെ തോളിലൂടെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് തൻ്റെ വലതുകാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ആട്ടുന്നു. അതേ പ്രണയത്തിന്റെ രാജകുമാരൻ ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹം തൻ്റെ ഇടതുവശത്തിരിക്കുന്ന രാധികയുടെ ദേഹത്തൂടെ കൈകൾ ഇങ്ങനെ ഇട്ടുവച്ചിരിക്കുന്നു. എന്നിട്ട് തൻ്റെ കാലുകൾ ഇങ്ങനെ ആട്ടുന്ന അതിമനോഹരമായ കാഴ്ച. അതേ 1000 ഇതളുള്ള താമരയുടെ മുകളിൽ 16 ഇതളുള്ള താമരയുടെ മുകളിൽ 8 ഇതളുള്ള താമരയുടെ മുകളിൽ കൗസ്തുഭരത്നം പതിച്ച സ്വർണ്ണപ്പടി ചവിട്ടി കേറി വരുന്ന സിംഹാസനം. അതിൻ്റെ മുകളിൽ വെഞ്ചാമരം പോലെയുള്ള വെളുത്ത പങ്ക, അവിടെ മുത്തുമണികൾ പതിച്ച കർട്ടനുകള്. ആ സിംഹാസനത്തിൽ വാണരുളുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും സാക്ഷാൽ രാധികാദേവിയും. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ഭഗവാൻ ഇങ്ങനെ വലത് കാലാട്ടുന്നു. ഭഗവാന്റെ വലത് കയ്യിൽ അങ്ങനെ ഓടക്കുഴലിരിക്കുന്നു. ശ്യാമവർണ്ണൻ, താമരക്കണ്ണൻ, നീണ്ട കൈകള്, മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. കഴുത്തിൽ ഇങ്ങനെ വനമാല. കാലുകൾ ആട്ടുന്നതിനനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വനമാല ഇങ്ങനെ ആടുകയാണ്. അവിടെ വണ്ടുകൾ ഇങ്ങനെ മൂളിപ്പറക്കുന്നു. കാലിൽ കിങ്ങിണി, കയ്യിൽ കൈവള, ശ്രീവത്സമെന്ന മറുക് നെഞ്ചിൽ അമൂല്യ രത്നം പതിപ്പിച്ച കിരീടം. അതേ മകരകുണ്ഡലങ്ങൾ കാതിൽ. അവിടെ രാധാറാണി അണിയിച്ച മയിൽപീലി. ദേവന്മാർക്ക് മിണ്ടാൻ പോലും വയ്യ. അപ്പോഴാണ് ദേവന്മാർ മറ്റൊരു കാര്യം കാണുന്നത്. അവിടെ നിൽക്കുന്ന ഗോപന്മാരും കൃഷ്ണനെ വിളിക്കുന്നത് രാധേശ്വര എന്നാണ്. അവിടെ നിൽക്കുന്ന ഗോപന്മാരും ഗോപികമാരും കൂടെ കൃഷ്ണന്റെ മുമ്പിൽ ചെന്ന് രാധേശ്വര രാധേശ്വര, ജയ് ശ്രീ രാധേശ്വര. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗോപികമാരും എല്ലാവരും ആർത്തു വിളിക്കും ജയ് ശ്രീ രാധേശ്വര. അപ്പൊ രാധാറാണിയും കൃഷ്ണനും പുഞ്ചിരിക്കും. നിങ്ങളും വിളിച്ചുകൊള്ളൂ ജയ് ശ്രീ രാധേശ്വര, ജയ് ശ്രീ രാധേശ്വര, ജയ് ശ്രീ രാധേശ്വര. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ എന്ത് രാധാറാണിയുടെ മന്ത്രം ചൊല്ലണമെന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അതിനകത്ത് ഇതൊക്കെ വരും. ഇനി തീർന്നില്ല. അവര് രാധാറാണിയെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? കൃഷ്ണേശ്വരൻ. അവര് രാധാജിയെ വിളിക്കുന്നത് കൃഷ്ണേശ്വരൻ. രാധയിൽ അവര് കൃഷ്ണനെയും കൃഷ്ണനിൽ അവര് രാധയെയും കാണുന്നു. അതാണ് അതിന്റെ അത്ഭുതം. അപ്പൊ അവര് രാധാറാണിയെ വിളിക്കുന്നത് ജയ് ശ്രീ കൃഷ്ണേശ്വര. നിങ്ങളും വിളിച്ചോ, നമുക്ക് ഗോലോകത്ത് പോകേണ്ടതാണ്. ജയ് ശ്രീ കൃഷ്ണേശ്വര, ജയ് ശ്രീ കൃഷ്ണേശ്വര, ജയ് ശ്രീ കൃഷ്ണേശ്വര. ഞാൻ ഗോലോകത്ത് പോകാൻ പോവുകയാണ്. വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ കേൾക്കുക. അഷ്ടപതി കേൾക്കുക, അഷ്ടപതി പാടുക, നാരായണീയം കേൾക്കുക. എന്നിട്ട് രാധാറാണിയെ വിളിക്കേണ്ട മന്ത്രം പറഞ്ഞു തരാം. യാതൊരു ലജ്ജയുമില്ലാതെ നൃത്തമാടിക്കൊണ്ടത് ചെയ്യണം. അപ്പോൾ ഗോലോകത്ത് കൃഷ്ണൻ രാധേശ്വരനാകുന്നു, രാധാറാണിയാകട്ടെ കൃഷ്ണേശ്വരനാകുന്നു. ദേവന്മാർ കരഞ്ഞുപോയി. അവര് കൈകൾ കൂപ്പിക്കൊണ്ട് ശ്രീകൃഷ്ണന്റെ പാദങ്ങളിലേക്ക് നമസ്കരിച്ചു. അപ്പോൾ ശതചന്ദ്രാനന പറഞ്ഞു എഴുന്നേൽക്കൂ. ദേവന്മാർ ഞെട്ടിത്തെറിച്ചു പോയി. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ പറയുമെന്ന്. എഴുന്നേൽക്കാൻ
ചൂരൽ വടി ചുഴറ്റിക്കൊണ്ടാണ് പറഞ്ഞത്, എഴുന്നേൽക്കൂ. ദേവന്മാർ എഴുന്നേറ്റു. നോക്കൂ, നിങ്ങൾ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്, അന്യബ്രഹ്മാണ്ടത്തിൽ നിന്ന് വന്നവരാണ്. ഇവിടുത്തെ ചിട്ടകൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ പറഞ്ഞു തരും, അതനുസരിച്ച് വേണം ചെയ്യാൻ. ഈ ഗോലോകത്ത് ആദ്യം നമസ്കരിക്കേണ്ടത് രാധികയാണ്. രാധികയാണ് ആദ്യം നമസ്കരിക്കേണ്ടത്. എന്ത് ധിക്കാരമാണ് നിങ്ങൾ ഗോലോകത്ത് വന്ന് കാട്ടിയത്! ബ്രഹ്മാവും ശിവനും വിഷ്ണുവും അമ്പരന്ന് നിന്നു. അപ്പോൾ കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു, കണ്ണുകൾ കൊണ്ട് അവരോട് ആംഗ്യം കാണിച്ചു. അവരപ്പോ തന്നെ രാധാറാണിയുടെ കാൽക്കൽ വീണു. അമ്മേ രാധാറാണി, അമ്മേ രാധാറാണി, രക്ഷിക്കണേ, രക്ഷിക്കണേ, അടിയങ്ങൾക്ക് പുതിയ അറിവാണ്, അടിയങ്ങൾക്ക് പുതിയ അറിവാണ്, ഞങ്ങളെ രക്ഷിക്കണേ. അപ്പൊ ശതചന്ദ്രാനെ പറഞ്ഞു, ഓം രാധായേ സ്വാഹ. ദേവന്മാർ ഏറ്റു പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അപ്പോൾ പറഞ്ഞു, എഴുന്നേൽക്കൂ. എഴുന്നേറ്റു. അപ്പോൾ പറഞ്ഞു, സാക്ഷാൽ രാധികാപതി ശ്രീകൃഷ്ണൻ ജപിക്കുന്ന ആ മന്ത്രം നൃത്തം ചവിട്ടിക്കൊണ്ടാദ്യം രാധികയെ പൂജിക്കുക നിങ്ങൾ. എന്നിട്ട് ശതചന്ദ്രാനന ചൂരൽ വടി ഉയർത്തി ഒന്ന് പൊക്കി എറിഞ്ഞു. അതൊരഭ്യാസിയെ പോലെ കൈകളിൽ എടുത്തുകൊണ്ട് നൃത്തം ചവിട്ടിയിട്ട് പറഞ്ഞു, ഇതുപോലെ ചെയ്യൂ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പൊ ദേവന്മാരെല്ലാം ഒന്നടങ്കം വളരെയധികം സന്തോഷത്തോടെ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പ ശതചന്ദ്രാനനെ പറഞ്ഞു, ഇനി കൃഷ്ണന്റെ പാദങ്ങളിൽ നമസ്കരിക്കൂ. അപ്പോൾ ദേവന്മാർ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ എല്ലാം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. രാധാറാണി കുറച്ചും കൂടെ കൃഷ്ണനോട് ചേർന്നിരുന്നു. കൃഷ്ണൻ ഒന്നുകൂടി രാധാറാണിയെ തന്നിലേക്ക് അടുപ്പിച്ചു. ദേവന്മാര് കൃഷ്ണന്റെ പാദങ്ങളിൽ വീണു. വീണിട്ട് പറഞ്ഞു, ഗോവിന്ദ ഗോവിന്ദ, രാധേ ഗോവിന്ദ, ഗോവിന്ദ ഗോവിന്ദ, ഗോവിന്ദ രാധേ. അപ്പൊ അവര് ഞെട്ടി നോക്കി. അതേ ശതചന്ദ്രാനന പറഞ്ഞു, ഗോവിന്ദനെ അങ്ങനെ നമസ്കരിക്കുന്നതാണ് ഗോവിന്ദന് ഇഷ്ടം. രാധേ രാധേ ഗോവിന്ദ, ഗോവിന്ദ രാധേ. അപ്പൊ ദേവന്മാര് പറഞ്ഞു, രാധേ രാധേ ഗോവിന്ദ, ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ, ഗോവിന്ദ രാധേ. ശതചന്ദ്രാനന പറഞ്ഞു, ഗോവിന്ദ. അപ്പോൾ ദേവന്മാര് പറഞ്ഞു, ഗോവിന്ദ. രാധികാപദേ. ദേവന്മാര് പറഞ്ഞു, രാധികാപദേ. അപ്പോൾ കൃഷ്ണൻ അവരോട് എഴുന്നേക്കാൻ ആംഗ്യം കാണിച്ചു. ആ സമയത്ത് അവരൊരു കാഴ്ച കാണുകയാണ്. 8 കൈകളുള്ള ശ്രീഹരി വരുന്നു. 8 കൈകളുള്ള ശ്രീഹരി. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഇത് ശ്രീഹരിയല്ലേ? ശിവനും ബ്രഹ്മാവും പറഞ്ഞു, അതേ. 8 കൈകളുള്ള ഹരി വന്നു. ആ ശ്രീഹരി നടന്നു വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ വണങ്ങി. ഒരു നിമിഷം അവർ പകച്ചു നിൽക്കുകയാണ്. ഒരു നദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ ശ്രീഹരി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു. ഒരു മിന്നായം പോലെയാണത് കണ്ടത്. അപ്പോൾ ഈ കാഴ്ച കിട്ടിയ വിശാഖ പറഞ്ഞു, അയ്യോ, ശ്രീഹരി ശ്രീകൃഷ്ണനിൽ ലയിച്ചു. അപ്പോൾ കൂടെ വന്ന യുവതി പറഞ്ഞു, നോക്കൂ, കൃഷ്ണൻ പരിപൂർണ കമനാണ്, സർവ്വതും കൃഷ്ണനാണ്,
സർവ്വതും കൃഷ്ണനാണെന്നറിയുക. ആ സമയത്ത് വിശാഖ പറഞ്ഞു, അയ്യോ അയ്യോ ഇതാരാണ്? അപ്പോൾ അവർ തിരിഞ്ഞു നോക്കി, അതേ നരസിംഹമൂർത്തി, സാക്ഷാൽ നരസിംഹമൂർത്തി വരികയാണ്. നരസിംഹമൂർത്തിയെ കണ്ട് ദേവന്മാർ ഒന്ന് ഭയന്നു. അതേ ഉഗ്രമായ കണ്ണുകളുമായി വരികയാണ് നരസിംഹമൂർത്തി. ദേവന്മാർ നരസിംഹമൂർത്തിയെ താണു വഴങ്ങി. പക്ഷേ നരസിംഹമൂർത്തി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അതേ കൃഷ്ണനിൽ ലയിച്ചു ചേരുകയാണ്. ഏതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു നദി ഒഴുകിച്ചെന്ന് സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ, മഴവെള്ളം ആകാശത്തുനിന്ന് വരുമ്പോൾ അത് മഴവെള്ളമാണ്, അത് സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ ആ സമയത്ത് ഇതാ വരുന്നു 1000ഓളം ഭുജങ്ങളുള്ള ശ്വേതദ്വീപിന്റെ അധിപനായ സാക്ഷാൽ മഹാവിഷ്ണു. 1000ഓളം ഭുജങ്ങളുള്ള പല മഹാവിഷ്ണുവുണ്ട്. അതിൽ ശ്വേതദ്വീപിന്റെ അധിപനായ സാക്ഷാൽ മഹാവിഷ്ണു വരികയാണ്. കൂടെ ലക്ഷ്മി ദേവിയുമുണ്ട്. വെളുത്ത കുതിരയിലാണ് വരുന്നത്, വെളുത്ത രഥമാണത്. അതേ ലക്ഷ്മി ദേവിയും സാക്ഷാൽ മഹാവിഷ്ണുവും കൂടെ വരികയാണ് എന്ന് മാത്രമോ, നിരവധി ആയുധങ്ങളാണ് മഹാവിഷ്ണുവിന്റെ കയ്യിൽ. ആ മഹാവിഷ്ണുവിനെ കണ്ട് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും അമ്പരന്ന് പോയി. അപ്പോൾ അവർ കാണുകയാണ്, മഹാവിഷ്ണു നടന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നു. ഒരു നിമിഷം അവരത് കണ്ടു. അതേ ഒരു മിന്നൽ പോലെ, ഒരു മിന്നൽ ആകാശത്ത് മേഘക്കൂട്ടത്തിന്റെ ഇടയിൽ മറയുന്നത് പോലെ ഇവിടെ മഹാവിഷ്ണു ശ്രീകൃഷ്ണനിൽ ലയിച്ചു കഴിഞ്ഞു. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി നടന്നെടുത്തു. ആ ലക്ഷ്മി ദേവി നടന്ന് രാധാറാണിയുടെ അടുക്കലെത്തി. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ലക്ഷ്മി ദേവി രാധാറാണിയിൽ ലയിച്ചു ചേർന്നു. അപ്പോൾ വിശാഖ പറഞ്ഞു, ലക്ഷ്മി ദേവി രാധയിൽ ലയിച്ചു. അപ്പോൾ വിശാഖയെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഗോപിക പറഞ്ഞു, അതേ ലക്ഷ്മി ദേവി രാധാറാണിയുടെ അംശാവതാരമാണെന്നറിയുക. ലക്ഷ്മി ദേവിയും സത്യഭാമയും ഈ ഭൂമിയിലെ സ്ത്രീകളും മുഴുവനും, എല്ലാ സ്ത്രീ ദേവതമാരും രാധയുടെ അംശമാണെന്നറിയുക. വിശാഖ അമ്പരന്നു നിന്നു, ദേവന്മാർ അമ്പരന്നു നിന്നു. ആ സമയത്ത് വരുന്നു സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കണ്ടു. അപ്പൊ വിശാഖ പറഞ്ഞു, രാമ 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 രാമ. ദേവന്മാര് പറഞ്ഞു, രാമ 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 രാമ. അതേ കൂടെ സീതാദേവിയുമുണ്ട്, വാനരന്മാരുണ്ട്, സഹോദരന്മാരായ ഭരതനും ശത്രുഘ്നനും എല്ലാവരുമുണ്ട്. ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊത്തും അതേ തൻ്റെ സഹോദരങ്ങളോടൊത്തും വരികയാണ്. ആ ശ്രീരാമചന്ദ്രൻ വന്ന രഥം 1000 സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്നു. ആ രഥത്തിന്റെ മുകളിൽ കൊടി ഇങ്ങനെ പാറി പറക്കുകയാണ്. രഥത്തിന് 1,00,000 ചക്രങ്ങള്. ആ 1,00,000 ചക്രങ്ങൾ നിലത്തുയരുമ്പോൾ മേഘഗർജനം പോലെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. മേഘഗർജനം പോലെ ലക്ഷക്കണക്കിന് കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് വരുന്നത്. അങ്ങനെ ഒരു രഥം അവൻ ആദ്യമായി കാണുകയാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ 1000 കുതിര, 1,00,000 ചക്രങ്ങളുള്ള രഥം. അത് വലിക്കാൻ 1,00,000 കുതിരകളാണ് വന്നിരിക്കുന്നത്. ആ രഥത്തിനാകട്ടെ സ്വർണ്ണ നിറമാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പുഞ്ചിരിച്ചു. അതേ നേരത്തെ പോലെ തന്നെ ഒരു നദി സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ, കത്തിച്ചു വെച്ച ഒരു തിരി അതിൻ്റെ എണ്ണയിൽ അലിഞ്ഞു ചേരുന്നത് പോലെ, ഒരു മഴവെള്ളം സമുദ്രത്തിൽ വന്ന് ചേരുന്നത് പോലെ ഇതാ ശ്രീരാമചന്ദ്രനും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു.
ഇതൊക്കെ കണ്ട് അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ്. ആ സമയത്ത് സീതാദേവി അടുക്കൽ ചെന്നു, രാധാറാണിയെ വന്ദിച്ചു. രാധാറാണി പുഞ്ചിരിച്ചു. ഞൊടിയിടയിൽ സീതാദേവി രാധാറാണിയിൽ ലയിച്ചു ചേർന്നു. അപ്പോൾ ശിവൻ പറഞ്ഞു, രാധാറാണിയുടെ അംശമാണോ സീതാദേവി? രാധാറാണിയുടെ അംശമാണോ സീതാദേവി? അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ശ്രീകൃഷ്ണന്റെ അംശമല്ലേ ശ്രീരാമചന്ദ്രൻ. അപ്പോൾ രാധയുടെ അംശം തന്നെയാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ സീതാദേവി. ആ സമയത്ത് വരികയാണ് അടുത്തയാള്, നരനാരായണന്മാർ. നരനാരായണന്മാർ. അതിലെ നരനാണ് അർജുനനായി ജന്മമെടുത്തത്. നരനാരായണന്മാരുടെ ശരീരകാന്തി അവിടെങ്ങും വ്യാപിച്ചു. മേഘസമാനമായ കാന്തി. 4 കൈകൾ. നരനാരായണന്മാർക്ക് 4 കൈകൾ. നാരായണന് 4 കൈകൾ, നരനും 4 കൈകള്. വിശാലമായ നേത്രം. മുനിമാരുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. മുടിക്കെട്ടാകട്ടെ അതിമനോഹരമായി ശോഭിക്കുന്നു. അവരുടെ ശരീരത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിത്യ ബ്രഹ്മചാരികളാണ് അവര്. ബ്രഹ്മചര്യത്തിന്റെ ശക്തിയിൽ അവരും ഇങ്ങനെ തിളങ്ങുകയാണ്. നിമിഷങ്ങൾ കൊണ്ട് അവരും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നു. അപ്പോൾ അവര് തിരിച്ചറിയുകയാണ്, കൃഷ്ണൻ പരിപൂർണതമനാണ്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും അധിപനായ കൃഷ്ണനെ നമിക്കുന്നു. സർവ ബ്രഹ്മാണ്ടങ്ങളിലെയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അധിപനായ സാക്ഷാൽ ശ്രീകൃഷ്ണനെ നമിക്കുന്നു. ഗോലോകം വാഴുന്ന സാക്ഷാൽ രാധികയുടെ പതിയായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾ വന്ദിക്കുന്നു. അങ്ങനെ ബ്രഹ്മാണ്ടം അടക്കി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടതുവശത്തിരിക്കാൻ ഭാഗ്യം കിട്ടിയ സാക്ഷാൽ രാധാറാണിയെ ഞങ്ങൾ വന്ദിക്കുന്നു. ഗോലോക റാണിയായ രാധികയെ ഞങ്ങൾ വന്ദിക്കുന്നു. കൃഷ്ണന്റെ ശക്തിയായ രാധികയെ ഞങ്ങൾ വന്ദിക്കുന്നു. സർവ ബ്രഹ്മാണ്ടങ്ങളും രാധാ കവചം ധരിച്ചാണ് അതേ സൃഷ്ടി നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങൾ സാക്ഷാൽ രാധികയെ വന്ദിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പറഞ്ഞു, ഞങ്ങൾ പറയാതെ തന്നെ എല്ലാം അറിയുന്നവനല്ലേ അങ്ങ്, സർവ്വതും അറിയുന്നവനല്ലേ അങ്ങ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അറിയുന്നു. ഭൂമി ദേവി നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ദുഷ്ടന്മാര് പെരുകിയിരിക്കുന്നു. എപ്പോഴാണോ ഭൂമിയിൽ അധർമ്മം വരുന്നത്, നിശ്ചയമായും ആ സമയത്ത് ഞാൻ വന്നിരിക്കും. നോക്ക്, ബ്രഹ്മാവ്, ശിവനെ, വിഷ്ണു തുടങ്ങി സകല ദേവന്മാരും അവരുടെ അംശം തന്നായ ദേവിമാരോടൊപ്പം യദുകുലത്തിൽ ജനിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലെയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ഭൂമിയിൽ ജനിച്ചേ മതിയാകൂ. ഒന്നോർമ്മ വയ്ക്കുക, എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും എൻ്റെ വാക്കുകളാകുന്നു. ബ്രാഹ്മണൻ എൻ്റെ മുഖമാകുന്നു. പശു, എല്ലാ പശുക്കളും എൻ്റെ ശരീരമാകുന്നു. അതുകൊണ്ടാണ് പശു ഇറച്ചി തിന്നല്ലേ എന്ന് നമ്മൾ പറയുന്നത്. ഭഗവാന്റെ ശരീരത്തെ ആരെങ്കിലും ഭക്ഷിക്കുമോ? ഇത് കേൾക്കുന്നവര് ഇനിയെങ്കിലും ഗോക്കളെ ഭക്ഷിക്കുന്നത് നിർത്തണേ. മറ്റു മതക്കാർ അത് അവർ തിന്നോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ എന്ത് തിന്നണമെന്ന് നമ്മൾ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഭഗവാൻ പറയുകയാണ്, വൈദിക ഗ്രന്ഥം എൻ്റെ വാക്കാണ്, ബ്രാഹ്മണൻ എൻ്റെ മുഖമാണ്, പശു എൻ്റെ ശരീരമാണ്, ദേവന്മാർ എൻ്റെ അവയവങ്ങളാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായി ഞാൻ വരുന്നു. ധർമ്മം, യജ്ഞം,
ദയ, ഇവ എപ്പോഴാണോ ഇല്ലാതാകുന്നത് ആ സമയത്ത് ഞാൻ ജന്മമെടുത്തിരിക്കും. അതുകൊണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ സമയമായി. ഞാൻ എൻ്റെ സമ്പൂർണ്ണ അവതാരവുമായി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. ഇത്രയുമായപ്പോൾ രാധാറാണിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തു. അതോടുകൂടി തന്നെ വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. കൂടെ നിന്ന മോഹിനി തുടങ്ങിയ സഖിമാര് അമ്പരന്ന് പോയി. കൃഷ്ണൻ സൂക്ഷിച്ച് രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. രാധാറാണി പെട്ടെന്ന് പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല, ഈ അവതാരം സാധ്യമല്ല. ഒരു കാരണവശാലും ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലേക്ക് പോകുന്നില്ല. ദേവന്മാരെ, നിങ്ങൾക്ക് തിരിച്ചു പോകാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഞെട്ടിത്തരിച്ചു നിന്നു. ഗോലോകം ധരിച്ചു നിന്നു. രാധാറാണിക്ക് വല്ലാതെ കോപം വന്നിരുന്നു. കൃഷ്ണനും പോലും അമ്പരന്നു പോയി. അപ്പോൾ കൃഷ്ണൻ വീണ്ടും രാധാറാണിയെ നോക്കി. രാധാറാണി പറഞ്ഞു, ഇല്ല, ഇല്ല, സാധ്യമല്ല, സാധ്യമല്ല, ഈ അവതാരം നടക്കില്ല, നടക്കില്ല. ദേവന്മാർക്ക് തിരിച്ചു പോകാം. ശതചന്ദ്രാനന തൻ്റെ യജമാനത്തിയായ രാധിക റാണിയുടെ ആജ്ഞ കേട്ടതും തൻ്റെ ചൂരൽ വടിയെടുത്തൊന്ന് കറക്കി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് നിൽക്കുകയാണ്. ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത്? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.